ഓക്കെ, ഈ ആഴ്ചത്തെ എക്സാം ടോപ്പിക് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സ് അതിന്റെ ഫണ്ടമെന്റൽസ് ആണ് ഈ ആഴ്ചത്തെ എക്സാമിന് എടുക്കുക. ഓക്കെ, അതിന്റെ ഫണ്ടമെന്റൽസ് ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഫംഗ്ഷൻ, വേവ് ഫംഗ്ഷൻ നിങ്ങൾക്ക് തരും സൈ. ദെൻ ഇതിൽ നിന്ന് ഗേറ്റ് എക്സാമിനും ജസ്റ്റിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കുറെ വേവ് ഫംഗ്ഷൻസ് തന്നിട്ട് ഇതില് പോസിബിൾ അല്ലാത്ത വേവ് ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ പോസിബിൾ ആയ വേവ് ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിക്കും. സോ ഒരു വേവ് ഫംഗ്ഷൻ തന്നാൽ അതിന്റെ പ്രോപ്പർട്ടി, അങ്ങനെ ഒരു ചോദ്യം വന്നാൽ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾ അറിയണം. പ്രോപ്പർട്ടീസ്. Psi must be finite. ഒന്നാമത്തെ പ്രോപ്പർട്ടി, psi must be finite. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി അല്ല, psi must be finite എന്ന് പറഞ്ഞാലേ അതിന് മറ്റൊരു അർത്ഥമുണ്ട്. psi must be convergent. അതായത് നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ ഒരിക്കലും ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ പാടില്ല. ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ അതിന് ഡൈവർജന്റ് എന്നാണ് പറയുക. നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ സീറോയിലേക്ക് വരണം. ഇതെങ്ങനെ ചെക്ക് ചെയ്യാന്നറിയോ? നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും വേവ് ഫംഗ്ഷന്, ആ ലിമിറ്റിന്റെ അകത്ത് തന്നെ വേവ് ഫംഗ്ഷൻ സീറോ ആവും. അല്ലെങ്കിൽ ഉദാഹരണത്തിന് e⁻⁻x², ഇതൊരു പോസിബിൾ വേവ് ഫംഗ്ഷൻ ആണ്. എങ്ങനെയാണ്? എക്സിന് നിങ്ങൾ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുക. എക്സിന് നിങ്ങൾ ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ e⁻⁻⁻² അത് സീറോ, അതായത് e⁻⁻⁻ തന്നെ, അത് സീറോ ആണ്. എക്സിന് നിങ്ങൾ -∞ ഇട്ട് കൊടുക്കുമ്പോൾ സെയിം റിസൾട്ട് തന്നെ വരും, ഈക്വൽ ടു സീറോ. അതായത് എക്സിന്റെ ഒരു വാല്യൂവിനും നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ പാടില്ല. അതാണ് psi must be convergent എന്ന് പറഞ്ഞാൽ. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ e⁻x, ഇത് നോട്ട് പോസിബിൾ ആണ്. കാരണം എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ e⁻∞യുടെ റിസൾട്ട് ഇൻഫിനിറ്റി ആണ്. അങ്ങനെ പോകാൻ പാടില്ല. അതാണ് psi must be convergent എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ദെൻ അടുത്തത്, psi must be continuous. ഇതൊരു പോസിബിൾ വേവ് ഫംഗ്ഷൻ ആണ്. ഇത് നോട്ട് പോസിബിൾ ആണ്. ഇത് പോസിബിൾ ആണ്. Then psi must be single valued. നിങ്ങൾക്ക് ഒരു ഗ്രാഫ് വന്നിട്ട് psi വേഴ്സസ് എക്സ് ഗ്രാഫ് വന്ന് എന്നിട്ട് ഒരു ഫിഗർ വരുവാണ്. ഇത് നോട്ട് പോസിബിൾ ആണ്. കാരണം ഒരു പർട്ടിക്കുലർ എക്സ് എടുത്താൽ രണ്ട് psi വാല്യൂ ഉണ്ട്. psi ഒരു പർട്ടിക്കുലർ എക്സിന് ഒരു psi വാല്യൂ കാണാൻ പാടുള്ളൂ. psi must be single valued. ഇത് നോട്ട് പോസിബിൾ ആണ്. ഇനി മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ psi must be square integrable. എന്ന് വെച്ചാൽ ഇന്റഗ്രൽ psi star psi d tau should be less than infinity. അതായത് ഇൻഫിനിറ്റി ആയിരിക്കരുത്. ഇന്റഗ്രൽ
ഓവർ ഓൾ സ്പേസ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ലിമിറ്റ് വരും. ചിലപ്പോൾ -∞ ടു +∞ ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇന്റഗ്രൽ ഓവർ ഓൾ സ്പേസ് സൈ സ്റ്റാർ സൈ ഡീറ്റോ, അല്ലെങ്കിൽ ഓൾ സ്പേസ് വേണമെന്നില്ല, ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡീറ്റോ ലെസ് ദാൻ ഇൻഫിനിറ്റി. അതാണ് സൈ മസ്റ്റ് ബി സ്ക്വയർ ഇന്റഗ്രബിൾ എന്ന് പറഞ്ഞാൽ. അടുത്തത് നിങ്ങൾക്കൊരു വേവ് ഫംഗ്ഷൻ തരും. ദെൻ ഈ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? നോർമലൈസേഷൻ കണ്ടീഷൻ എന്താണ്? സൈ സ്റ്റാർ സൈ ഡീറ്റോ, ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡീറ്റോ ഈക്വൽ ടു 1, ഇന്റഗ്രൽ ഓവർ ഓൾ സ്പേസ്. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് അല്ല എന്നാണ് അർത്ഥം. ഇതിലെ സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സൈയുടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ്. ഓക്കെ, ദെൻ നിങ്ങൾക്കൊരു വേവ് ഫംഗ്ഷൻ അത് നോർമലൈസ്ഡ് അല്ലെങ്കിൽ, ഇങ്ങനെ വാല്യൂ ഈക്വൽ ടു 1 കിട്ടിയില്ലെങ്കിൽ നോർമലൈസ്ഡ് അല്ല എന്നാണ് അർത്ഥം. സോ നിങ്ങൾ അത് നോർമലൈസ് ആക്കാൻ വേണ്ടി ഇവിടെ ഒരു കോൺസ്റ്റന്റ് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, സൈ എടുക്കുക, ദെൻ ഇത് വീണ്ടും ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എ കണ്ടെത്താൻ പറ്റും. ആ എ ആയിരിക്കും നിങ്ങളുടെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. ദെൻ നിങ്ങൾക്ക് പ്രോബബിലിറ്റി കണ്ടെത്തണം. നിങ്ങൾക്കൊരു വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ വേവ് ഫംഗ്ഷന്റെ പ്രോബബിലിറ്റി എ ടു ബി എന്ന ലിമിറ്റിൽ കണ്ടെത്താൻ എ ടു ബി സൈ സ്റ്റാർ സൈ ഡീറ്റോ ചെയ്താൽ മതി. സൈ സ്റ്റാർ സൈനെയാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് വിളിക്കുക. ഈ ഡീറ്റോ എന്ന് പറയുന്നത് വോളിയം എലമെന്റ് ആണ് ഫോർ 3 ഡയമെൻഷണൽ കേസില്. 2 ഡയമെൻഷനൽ ആണെങ്കിൽ ഡീറ്റോ എന്ന് പറയുന്നത് ഏരിയ എലമെന്റ് ആവും. 1 ഡയമെൻഷനൽ ആണെങ്കിൽ ഡീറ്റോ എന്ന് പറയുന്നത് ലെങ്ത് എലമെന്റ് ആയിരിക്കും. നോർമലി ഡീറ്റോ വോളിയം എലമെന്റിനാണ് കാണിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ 2 ഡയമെൻഷൻ ആണെങ്കിൽ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുക, 1 ഡയമെൻഷൻ ആണെങ്കിൽ ഡി എൽ എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഇനി വേരിയസ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, സ്പെരിക്കൽ, പോളാർ, സിലിണ്ടറിക്കല്, കാർട്ടീഷ്യൻ. അതിന്റെയൊക്കെ ഏരിയ എലമെന്റും വോളിയം എലമെന്റും അറിയണം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് വരാവുന്ന ഒരു ചോദ്യമാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ. ഫോർ മാക്സിമം പ്രോബബിലിറ്റി നിങ്ങൾക്കൊരു വേവ് ഫംഗ്ഷൻ തരും, മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടെത്താൻ പറയും. ഫോർ മാക്സിമം പ്രോബബിലിറ്റി ഡി ബൈ ഡി എക്സ്, വേരിയബിൾ എക്സ് ആണെന്ന് വിചാരിക്കുക, സൈ സ്റ്റാർ സൈ ഡീറ്റോ ഈക്വൽ ടു 1 ഈക്വൽ ടു 0. മാക്സിമം ഓർ മിനിമം, മാക്സിമം നമ്മൾ പഠിക്കുന്നതാണ്. മാക്സിമത്തിന്റെ കേസിലും മിനിമത്തിന്റെ കേസിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. ഈ ഡീറ്റോയില് നിങ്ങൾ വോളിയം എലമെന്റ് ടോട്ടൽ ആയിട്ട് എടുക്കണ്ട, മെട്രിക് ടേം മാത്രം എടുത്താൽ മതി. അതായത് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വോളിയം എലമെന്റ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ ആണ് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തില്. അതിൽ ഈ ടേമിനാണ് മെട്രിക് ടേം എന്ന് പറയുന്നത്. ഈ ടേം മാത്രം എടുത്താൽ മതി. ഇവിടെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടെത്തുമ്പോൾ ഇന്റഗ്രൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈ സ്റ്റാർ സൈ, പിന്നെ മെട്രിക് ടേമും കൂടെ വേണം, ഈക്വൽ ടു 0. ഇത് നോർമലി ചോദിക്കുക ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാണ്. ഹൈഡ്രജൻ ആറ്റം ഒരു സ്പെരിക്കൽ സിമെട്രിക് ആണ്. നിങ്ങൾ അവിടെ ഡീറ്റോ എടുക്കേണ്ടത് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. മെട്രിക് ടൈം ആർ സ്ക്വയർ സൈൻ തീറ്റ വരും. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ഇതാണ്, സൈ ഈക്വൽ ടു 1/πa0 ക്യൂബ് e raised to minus r by a0 അണ്ടർ റൂട്ട്. ഈ a0 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, അത് എന്തും വരാം കേട്ടോ. a0 എന്ന് അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ദെൻ അതിന്റെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടെത്താൻ വേണ്ടി ഡി ബൈ ഡി എക്സ് ഓഫ് സൈ സ്റ്റാർ സൈ, ഇതിന്റെ സൈ സ്റ്റാർ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഇതേ ഫംഗ്ഷൻ തന്നെ വരും. ദെൻ
സൈ സ്റ്റാർ സൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 1/πa0³ e⁻²r/a0. ഇതിന്റെ കൂടെ മെട്രിക് ടേം എഴുതണം, മറക്കരുത്. ഇവിടെ നിങ്ങൾക്ക് വേരിയബിൾ ആർ ആണ്, അപ്പൊ എക്സ് മാറ്റി ആർ എന്ന് ഇടണം, =0. ഇത് ചെയ്താൽ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കിട്ടും. r=a0 എന്ന് ഇവിടെ ആൻസർ കിട്ടും. ഈ വേവ് ഫംഗ്ഷൻ ഇങ്ങനെ തന്നെ വരണം എന്നൊന്നുമില്ല കേട്ടോ. ഈ a0 വേറെ ടേം ആയിട്ട് വരാം, 2a0 വരാം, അങ്ങനെയൊക്കെ വരാം. അങ്ങനെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കണ്ടത്. ഇനി അടുത്തത് എക്സ്പെക്ടേഷൻ വാല്യൂ ആണ്. എക്സ്പെക്ടേഷൻ വാല്യൂ is defined as summation over average of summation over all state, അല്ലെങ്കിൽ average of all values. Average of all results അങ്ങനെ ഡിഫൈൻ ചെയ്യാം. എക്സ്പെക്ടേഷൻ എക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ സൈ സ്റ്റാർ എക്സ് സൈ ഡീറ്റോ ആണ്. എക്സ് ഓപ്പറേറ്റർ ആക്ട് ചെയ്താൽ അത് തന്നെ റീറ്റെയിൻ ചെയ്യും. എക്സ് സൈൽ ആക്ട് ചെയ്താൽ എക്സ് സൈ തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സിനെ സൈ സ്റ്റാറിന്റെ പുറത്തെടുക്കാം. എക്സ് സൈ സ്റ്റാർ സൈ ഡീറ്റോ. ഇതാണ് എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറയുന്നത്. എക്സ്പെക്ടേഷൻ പി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ സൈ സ്റ്റാർ പി എക്സ് സൈ ഡീറ്റോ ആണ്. പി എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, അതിന്റെ ഓപ്പറേറ്റർ ഫോം -i(h×∂x) ആണ്. ഇത് സൈയിൽ ആക്ട് ചെയ്താൽ അത് സൈ തന്നെ വരണം നിർബന്ധമില്ല. സോ ഇത് നിങ്ങൾ പുറത്തെടുക്കരുത്, ഇത് സെൻട്രിൽ തന്നെ കിടക്കണം. എന്നിട്ട് ഇതിനെ ആദ്യം ഈ ഓപ്പറേറ്റർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇന്റഗ്രേഷൻ എടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അടുത്ത ദിവസത്തെ എക്സാമിന്. ഓക്കെ, താങ്ക് യു.